നമസ്കാരം. യുഎസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 1.3%, S&P 500 1.08%, നാസ്ഡാക്ക് 1.55%, പോസിറ്റീവ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. യുഎസും ഇറാനും തമ്മിലുള്ള ഡീല് ഏതാണ്ട് യാഥാർത്ഥ്യമാണ് എന്നുള്ള രീതിയിലുള്ള ട്രംപിന്റെ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അത് മാർക്കറ്റ് വളരെ പോസിറ്റീവ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അതിന്റെ കരാർ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പ്രധാനമായിട്ടും പാകിസ്ഥാന്റെ ആർമിയുടെ ചീഫ് അസീം മുനീർ വീണ്ടും ഇറാനിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ ആഭ്യന്തര മന്ത്രി ഇറാനിൽ ഒരാഴ്ചക്കിടെ 2 തവണ വിസിറ്റ് നടത്തുന്നു. അപ്പൊ ഇതെല്ലാം ഒരു കരാറിന്റെ അന്തിമത്തിലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പൊതുവെ വരുന്നത്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുകൂടാതെ തന്നെ അമേരിക്കയിൽ വന്ന എൻവിഡിയയുടെ റിസൾട്ട്, റവന്യൂവും പ്രോഫിറ്റും ഫ്യൂച്ചർ ഗൈഡൻസും വളരെ പോസിറ്റീവാണ്. ഇതും പ്രധാനമായിട്ടും മാർക്കറ്റുകൾക്കെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഹോർമൂസ് കടലിടുക്കിലൂടെ ചില ഷിപ്പുകൾ, അതായത് പ്രധാനമായിട്ടും ഓയിൽ ടാങ്കേഴ്സ് കടന്നു വന്ന തരത്തിൽ ചൈനയും സൗത്ത് കൊറിയയും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും ഒരു പോസിറ്റീവ് വാർത്തയായിട്ട് വേണേൽ നമുക്ക് കണക്കാക്കാം. അതുകൂടാതെ തന്നെ അമേരിക്കയിലെ ബോണ്ട് ഈൽഡ് കൂൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ തന്നെ US FOMC മീറ്റിംഗ് മിനിറ്റ്സ് പുറത്തു വന്നതിനകത്ത് മിക്ക മെമ്പേഴ്സും ഇനി ഫ്യൂച്ചറിൽ ഇൻഫ്ലേഷൻ കൂടും, അതിനനുസരിച്ച് റേറ്റ് ഹൈക്ക് ചെയ്യണം എന്ന തരത്തിലുള്ള കമന്റ് വന്നിരുന്നു. പക്ഷേ മാർക്കറ്റ് ഇന്നലെ അതെല്ലാം ഡിസ്കൗണ്ട് ചെയ്തു. അമേരിക്കൻ മാർക്കറ്റ് നല്ല രീതിയിലുള്ള പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതേ തുടർന്ന് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവാണ്. GNX നിഫ്റ്റി ഏതാണ്ട് 130ഓളം പോയിന്റ് പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ഇനീഷ്യലി ഉള്ള സെൽ ഓഫിന് ശേഷം വീണ്ടും തിരിച്ചു കയറി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ബോട്ടം ലെവലിൽ കുറച്ച് ബൈങ് ഉണ്ട് എന്ന് വേണം നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി പ്രധാനമായിട്ട് ഇന്ത്യൻ കറൻസി വീണ്ടും വീക്ക് ആവുന്നത്, അതായത് $97 എത്തിയിട്ടുണ്ട്. RBI അതേ തുടർന്ന് അത് പിടിച്ചു നിർത്താനുള്ള മെഷേഴ്സ് എടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ സെബി പുതിയ നോംസ് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. അത് കൂടാതെ തന്നെ തൊഴിലുടമകളെയും അതുപോലെ സാമൂഹിക സംഘടന അല്ലെങ്കിൽ ഫണ്ട് കമ്പനികളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൂന്നാം കക്ഷി ഒരു പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോകത്ത് മുഴുവൻ ഈ ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതുപോലെ ചൈനീസ് പ്രസിഡന്റ് സിയും പുടിനും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതുപോലെ ട്രംപും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഇതുപോലെ UK ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീലിനെ സംബന്ധിച്ച് G7 ചർച്ച നടക്കുന്നു. യൂറോപ്യൻ യൂണിയനും US തമ്മിലുള്ള ട്രേഡ് ഡീല് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് നടക്കുന്നു. ഇതെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ UAE പുതിയ പൈപ്പ് ലൈൻ, അതായത് ഹോർമൂസ് ഒഴിവാക്കിയുള്ള ഒരു പൈപ്പ് ലൈൻ 50% പൂർത്തിയാക്കി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. ഇറ്റലി എക്സ്പോർട്ട് ആണ് 166% ഡീല് വർദ്ധിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇനി ഇന്ത്യയിലെ കോർ സെക്ടർ ഗ്രോത്ത്, അതിനകത്ത് പ്രധാനമായിട്ടും സിമെന്റും സ്റ്റീലും. സിമെന്റ് 9.4ഉം സ്റ്റീൽ 6.4% വളർച്ച കാണിച്ചതായിട്ട് പറയുന്നു. 8 കോർ സെക്ടറോടെ കൂടി 1.7% ഗ്രോത്ത് ഏപ്രിലിൽ കാണിച്ചു എന്ന് പറയുന്നു. ഇതും ഡേറ്റ വന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് കൂടുമ്പോഴും ഇത്രയും വർദ്ധിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ പവർ കൺസംഷൻ കൂടുന്നു, അതും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കുക. യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം വാർത്തയാണ് മാർക്കറ്റിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു.